ഗൈസ്, വെൽക്കം ടു ദ ന്യൂ വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PPL എക്സാംസിനെ പറ്റിയാണ്. PPL ആൻഡ് CPL എക്സാംസ്. പക്ഷെ കൂടുതലും PPL എക്സാംസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ CPL എക്സാംസിന്റെ ഒരു ലിസ്റ്റ് പറഞ്ഞുതരാം. ടോട്ടൽ നമുക്ക് 19 എക്സാംസ് ആണ് വരുന്നത്. അപ്പം അതിൽ നമുക്ക് CPL 10 എക്സാംസും PPL 9 എക്സാംസും ആണ് വരുന്നത്. അപ്പം PPL എക്സാംസിനെ കുറിച്ച് ഒരു ഐഡിയ തരാനായിട്ട് നമ്മുടെ PPL ഫസ്റ്റ് 8 എക്സാംസ് ഏതാന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലൈറ്റും, എയർ ലോ, റേഡിയോ, ഹ്യൂമൻ പെർഫോമൻസ്, എയർക്രാഫ്റ്റ് ടെക്നിക്കൽ ആൻഡ് ജനറൽ, പിന്നെ അതുപോലെ തന്നെ നാവിഗേഷൻ, ഫ്ലൈറ്റ് പ്ലാൻ, മെട്രോളജി, ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് വരുന്നത്. ഇതിൽ നമ്മൾ എയർലോയും പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലൈറ്റും പാസ്സായാൽ മാത്രമേ നമുക്ക് സോളോ സ്റ്റേജിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇതിനൊരു നൈറ്റ് റേറ്റിംഗ് എക്സാം കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 9 എക്സാംസ് വരുന്നത്. ഇപ്പം ഞാൻ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ നമുക്ക് സ്കൂളിൽ തന്നെ എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ ഒരുക്കുന്നുണ്ട്. മിക്ക സ്കൂളുകളിലും നമ്മൾ സാക്കയിൽ സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെന്നിട്ടാണ് നമ്മൾ എക്സാംസ് എഴുതുന്നത്. അപ്പോൾ ഇത്രയും എക്സാംസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ എക്സാം ഫീസിനെ പറ്റി പറയുവാണെങ്കിൽ CPL എക്സാംസ് അറൌണ്ട് 400 rands ആയിരുന്നു. പക്ഷെ ഇപ്പം അവര് ഈ ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് റേറ്റ് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്. ഇപ്പം 152 എന്തേ വരുന്നുള്ളൂ CPL എക്സാംസിന്. PPL എക്സാംസിന്റെ റേറ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ 9 എക്സാംസ് ആണ് PPL കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാസ്സാവേണ്ട എക്സാംസ്. പിന്നെ ഇവിടുത്തെ എക്സാംസിനെ പറ്റി പറയുവാണെങ്കിൽ ഇവിടെ എല്ലാത്തിനും 75% ആണ് പാസിംഗ് പെർസെൻറ്റേജ് വരുന്നത്. അത് 100ൽ നമുക്ക് 75 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്രയാണ് ഇവിടുത്തെ PPL എക്സാമിന്റെ വിശേഷങ്ങൾ. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.